മലയാളത്തിന്റെ യുവതാരങ്ങളിൽ മുൻനിരയിലാണ് പൃഥ്വിരാജിന്റെ സ്ഥാനം. നടനായും സംവിധായകനായും നിർമ്മാതാവായും ഗായകനായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന പൃഥ്വിരാജിനെ കുറിച്ച് ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. മലയാളത്തിന്റെ പ്രിയ നടൻ അന്തരിച്ച സുകുമാരന്റെയും നടി മല്ലിക സുകുമാരന്റെയും ഇളയ മകനാണ് പൃഥ്വിരാജ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൃഥ്വിരാജ് ജനിച്ചത് 1986 ഒക്ടോബർ 16 കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. സഹോദരൻ ഇന്ദ്രജിത്ത്, സഹോദര ഭാര്യ പൂർണിമ ഇന്ദ്രജിത്ത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത് ചെന്നൈയിലാണ്. ചെന്നൈയിലായിരുന്നു അന്ന് സുകുമാരനും മല്ലികയും താമസിച്ചിരുന്നത്. സുകുമാരന്റെ വിയോഗത്തോടെ 1997 അവർ കേരളത്തിലേക്ക് താമസം മാറുകയായിരുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ സ്കൂളുകളായ സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ, സൈനിക് സ്കൂൾ തുടങ്ങിയവയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പൃഥ്വി ബിരുദ പഠനത്തിനായി ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിലേക്ക് പോയി. അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ജോയിൻ ചെയ്ത പൃഥ്വി പക്ഷേ പഠനം പൂർത്തിയാക്കാതെ കേരളത്തിലേക്ക് മടങ്ങി. ഫാസിൽ സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രത്തിലേക്ക് പൃഥ്വിക്ക് അവസരം ലഭിച്ചു. എന്നാൽ ആ ചിത്രം സംഭവിച്ചില്ല. അങ്ങനെ ഫാസിൽ രഞ്ജിത്തിനോട് പൃഥ്വിരാജിനെ പറ്റി പറയുന്നു. അങ്ങനെ തന്റെ 19-ാം വയസ്സിൽ രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിൽ നായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നു. പക്ഷേ ആദ്യമിറങ്ങിയ ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്നതായിരുന്നു. പൃഥ്വിരാജ് തമിഴിൽ അഭിനയിച്ച ആദ്യ ചിത്രം 2005 പുറത്തിറക്കിയ കനാകണ്ടേനാണ്. വാസ്തവം എന്ന ചിത്രത്തിലെ അവിസ്മരണീയമായ അഭിനയത്തിന് 2006 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം നേടി. അതും വെറും 24-ാം വയസ്സിൽ. അന്ന് ആ അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പൃഥ്വിരാജ് ആയിരുന്നു. തന്റെ 26-ാം വയസ്സിൽ മോഹൻലാൽ നേടിയ റെക്കോർഡാണ് പൃഥ്വി അന്ന് തിരുത്തി കുറിച്ചത്. പൃഥ്വിരാജിന്റെ ആദ്യ ബോളിവുഡ് ചിത്രം 2012 പുറത്തിറങ്ങിയ റാണി മുഖർജി നായികയായ അയ്യ ആണ്. വെറും 34 വയസ്സുള്ളപ്പോൾ പൃഥ്വിരാജ് തന്റെ 100ാമത്തെ ചിത്രമായ കൂടെ പൂർത്തിയാക്കി. അമ്മ മല്ലിക സുകുമാരൻ, സഹോദരൻ ഇന്ദ്രജിത്ത് എന്നിവരുമായി ചേർന്ന് അദ്ദേഹത്തിന് ദോഹയിൽ ഖത്തർ സ്പൈസ് ബോട്ട് എന്നൊരു റെസ്റ്റോറന്റും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രിയ BBC-യിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസറായും പ്രവർത്തിക്കുന്നു. ഇരുവർക്കും അലങ്കൃത എന്ന ഒരു മകളാണുള്ളത്. ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് അലങ്കൃത ഇപ്പോൾ പഠിക്കുന്നത്.